നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാറുണ്ട്. അത് പഠിപ്പിക്കുന്ന പാഠങ്ങൾ നാം ഒരിക്കലും മറക്കുകയുമില്ല. സന്ധ്യാനാമത്തിനു ശേഷം നിലവിളക്ക് എന്ത് ചെയ്യണമെന്ന് പലർക്കും സംശയമാണ്. പൂവ് കൊണ്ട് അണയ്ക്കാവുന്നതാണ്. യാതൊരു കാരണവശാലും നിലവിളക്ക് ഊതിക്കെടുത്തുകയോ കൈകൊണ്ട് തട്ടി അണയ്ക്കുകയോ ചെയ്യരുത്. ഇനി നമുക്ക് സന്ധ്യാനാമത്തിലേക്ക് പോകാം. महिषी मर्दनमणिकण्ठ मानुषरूपाय्यप्प पन्दलनायक भूदेश जय जय वीर अय्यप्प. महिषी मर्दनमणिकण्ठ मानुषरूपाय्यप्प पन्दलनायक भूदेश जय जय वीर अय्यप्प. भक्तप्रियने मणिकण्ठ दुष्टविनाशन भूदेश आनन्दामृतदायक देव जय जय वीर मणिकण्ठ. भक्तप्रियने मणिकण्ठ दुष्टविनाशन भूदेश आनन्दामृतदायक देव जय जय वीर मणिकण्ठ. हरिहरसुതനേ മണികണ്ഠ ദുരിതമൊഴിക്കുക ഭൂദേശ പാപവിനാശക താപനിവാരക വിജയമണയ്ക്കൂ അയ്യപ്പ. ഹരിഹരസുതനേ മണികണ്ഠ ദുരിതമൊഴിക്കുക ഭൂദേശ പാപവിനാശക താപനിവാരക ജയ ജയ വീര മണികണ്ഠ. ഹരിഹരസുതനേ മണികണ്ഠ ദുരിതമൊഴിക്കുക ഭൂദേശ പാപവിനാശക താപനിവാരക ജയ ജയ വീര മണികണ്ഠ. പമ്പാ സ്നാനം ചെയ്തു വരും ഭക്തന്മാരുടെ നായകനെ മോഹിനി സുതനേ മോഹമകറ്റു നിമിഷം തോറും മണികണ്ഠ. പമ്പാ സ്നാനം ചെയ്തു വരും ഭക്തന്മാരുടെ നായകനെ മോഹിനി സുതനേ മോഹമകറ്റു നിമിഷം തോറും മണികണ്ഠ. ഗുരുപാദത്തിൽ വീണടിയൻ കെട്ടും താങ്ങി നടക്കുന്നേൻ പാദബലം താ ദേഹബലം താ ലോകേശ്വരനേ മണികണ്ഠ. ഗുരുപാദത്തിൽ വീണടിയൻ കെട്ടും താങ്ങി നടക്കുന്നേൻ പാദബലം താ ദേഹബലം താ ലോകേശ്വരനേ മണികണ്ഠ. കാടുകൾ തിങ്ങും മാമലകൾ കേറിയിറങ്ങി പല നാളായി ശരണം വിളിയോടോർത്തു വരുന്നേൻ അഭയം തരണേ മണികണ്ഠ. കാടുകൾ തിങ്ങും മാമലകൾ കേറിയിറങ്ങി പല നാളായി ശരണം വിളിയോടോർത്തു വരുന്നേൻ അഭയം തരണേ മണികണ്ഠ. അദ്വൈതാമൃതദായകനെ ശരണം ശരണം മണികണ്ഠ. അടിമുടി നിന്നുടെ രൂപത്തെ കൂപ്പുന്നേൻ ഞാൻ മണികണ്ഠ. അദ്വൈതാമൃതദായകനെ ശരണം ശരണം മണികണ്ഠ. അടിമുടി നിന്നുടെ രൂപത്തെ കൂപ്പുന്നേൻ ഞാൻ മണികണ്ഠ. അഭയം തരണേ ഭഗവാനെ സുഖമരുളേണം ഗിരിവാസ. പൊന്നമ്പലമതിൽ മേവും നീ കരുണ പൊഴിക്കൂ മണികണ്ഠ. അഭയം തരണം ഭഗവാനെ സുഖമരുളേണം ഗിരിവാസ. പൊന്നമ്പലമതിൽ മേവും നീ കരുണ പൊഴിക്കൂ മണികണ്ഠ. महिषी मर्दन मणिकण्ठ मानुषरूपाय्यप्प पन्दलनायक भूदेश जय जय वीर अय्यप्प. महिषी मर्दन मणिकण्ठ मानुषरूपाय्यप्प पन्दलनायक भूदेश जय जय वीर अय्यप्प. भक्तप्रियने मणिकण्ठ दुष्टविनाशन भूदेश आनन्दामृतदायक देव जय जय वीर मणिकण्ठ. भक्तप्रियने मणिकण्ठ दुष्टविनाशन भूदेश आनन्दामृतदायक देव जय जय वीर मणिकण्ठ.
ഹരിഹരസുതനെ മണികണ്ഠ ദുരിതമൊഴിക്കുക ഭൂദേശ പാപവിനാശക താപനിവാരക ജയ ജയ വീര മണികണ്ഠ ഹരിഹരസുതനെ മണികണ്ഠ ദുരിതമൊഴിക്കുക ഭൂദേശ പാപവിനാശക താപനിവാരക ജയ ജയ വീര മണികണ്ഠ പമ്പാ സ്നാനം ചെയ്തു വരും ഭക്തന്മാരുടെ നായകനെ മോഹിനി സുതനെ മോഹമകറ്റു നിമിഷം തോറും മണികണ്ഠ പമ്പാ സ്നാനം ചെയ്തു വരും ഭക്തന്മാരുടെ നായകനെ മോഹിനി സുതനെ മോഹമകറ്റു നിമിഷം തോറും മണികണ്ഠ ഗുരുപാദത്തിൽ വീണടിയൻ കെട്ടും താങ്ങി നടക്കുന്നേൻ പാദബലം താ ദേഹബലം താ ലോകേശ്വരനെ മണികണ്ഠ ഗുരുപാദത്തിൽ വീണടിയൻ കെട്ടും താങ്ങി നടക്കുന്നേൻ പാദബലം താ ദേഹബലം താ ലോകേശ്വരനെ മണികണ്ഠ കാടുകൾ തിങ്ങും മാമലകൾ കേറിയിറങ്ങി പല നാളായി ശരണം വിളിയോടോർത്തു വരുന്നേൻ അഭയം തരണേ മണികണ്ഠ കാടുകൾ തിങ്ങും മാമലകൾ കേറിയിറങ്ങി പല നാളായി ശരണം വിളിയോടോർത്തു വരുന്നേൻ അഭയം തരണേ മണികണ്ഠ അദ്വൈതാമൃതദായകനെ ശരണം ശരണം മണികണ്ഠ അടിമുടി നിന്നുടെ രൂപത്തെ കൂപ്പുന്നേൻ ഞാൻ മണികണ്ഠ അദ്വൈതാമൃതദായകനെ ശരണം ശരണം മണികണ്ഠ അടിമുടി നിന്നുടെ രൂപത്തെ കൂപ്പുന്നേൻ ഞാൻ മണികണ്ഠ അഭയം തരണേ ഭഗവാനെ സുഖമരുളേണം ഗിരിവാസ പൊന്നമ്പലമതിൽ മേവും നീ കരുണ പൊഴിക്കൂ മണികണ്ഠ അഭയം തരണം ഭഗവാനെ സുഖമരുളേണം ഗിരിവാസ പൊന്നമ്പലമതിൽ മേവും നീ കരുണ പൊഴിക്കൂ മണികണ്ഠ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒരാചാരമാണ് മാലയിടൽ. അയ്യപ്പൻ്റെയോ ശാസ്താവിൻ്റെയോ മുദ്ര അണിഞ്ഞ മാല ധരിക്കുന്നതോടെ ഭക്തർ ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കുകയായി. മുദ്രമാലയണിഞ്ഞതിൻ്റെ തത്വമാണ് ഇന്നത്തെ കഥയമമ്മ വിശദമാക്കുന്നത്. എല്ലാ സജ്ജനങ്ങൾക്കും കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. വൃശ്ചിക മാസം പുലർന്നു. ഇനി എല്ലാവരും സ്വാമി അയ്യപ്പനെ കാണാനുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഭഗവാനെ കാണാൻ പോകുന്നതിന് ചില നിഷ്ഠകളുണ്ട്. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും പോകുന്നത് പോലെ ഓടിച്ചെന്ന് പോയി തൊഴുതു വരാവുന്നൊരു സ്ഥലമല്ലല്ലോ ശബരിമല. ഭഗവാന്റെ ആ സന്നിധിയിലേക്ക് പോകുന്ന ഓരോ ഭക്തരും ഭഗവാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ശബരിമലയിലേക്ക് പോകുന്ന ഓരോ ഭക്തനും ഭക്തൻ എന്ന പേരിലല്ല അറിയപ്പെടുന്നത്. അവരെ ഓരോരുത്തരെയും വിളിക്കുക ഭഗവാന്റെ നാമം കൊടുത്തു തന്നെയാണ്. ഒന്നെങ്കിൽ സ്വാമി അല്ലെങ്കിൽ അയ്യപ്പൻ. ആ നാമധേയം കിട്ടുന്നതിന് ഒരർഹതയുണ്ട്. ഒരു പ്രത്യേക കാര്യത്തിലൂടെയാണ് ആ പേര് നമ്മളിലേക്ക് വന്നു ചേരുന്നത്. അത് ഭഗവാന്റെ മുദ്രയോട് കൂടിയിട്ടുള്ള ആ മാല നമ്മുടെ കണ്ടത്തിൽ ധരിക്കുന്നതിലൂടെയാണ്. ആ മുദ്രമാലയെക്കുറിച്ചാണ് ഇന്നത്തെ കഥയമമ്മയുടെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് വരുന്ന ഓരോരുത്തരിലും ഭഗവാനെ തന്നെ കാണാനാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും തത്വം അത് തന്നെയാണെങ്കിൽ പോലും സ്വാമി അത് കുറച്ചുകൂടെ ഉറക്കെ പറയുന്ന കൂട്ടത്തിലാണ്. ഞാനും നീയും തമ്മിൽ ഭേദഭാവമില്ല എന്ന് സദാസമയവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യമാണ് ശബരിമലയിലുള്ളത്. അതുകൊണ്ട് തന്നെ കാണാൻ വരുന്ന ഭക്തരെ താൻ തന്നെയാക്കി ഭഗവാൻ മാറ്റുന്ന പ്രക്രിയയാണ് ഈ മാലധാരണം. എന്താണ് യഥാർത്ഥത്തിൽ ഈ മുദ്രമാല? ഭഗവാന്റെ രൂപം ആലേഖനം ചെയ്തിട്ടുള്ള മാലയാണ് തീർത്ഥാടകർ ധരിക്കേണ്ടത്. രുദ്രാക്ഷം കൊണ്ടോ തുളസിമാല കൊണ്ടോ ഉള്ള ആ മാലയിൽ ഭഗവാന്റെ രൂപം ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ലോക്കറ്റ്, ആ മാലയാണ് നമ്മൾ മുദ്രമാല എന്ന് വിളിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പല ഭക്തരും പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുള്ള മുദ്രമാലകൾ ധരിക്കാനായിട്ടുള്ള ഒരു പ്രവണത ഇന്ന് കാണുന്നുണ്ട്. ഭഗവാൻ സ്വാമി ഏറ്റവും അധികം പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഭഗവാനെ കാണാൻ പോകുന്ന ഓരോ ഭക്തനും പ്രകൃതിയെ കൂടി ആരാധിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭഗവാന്റെ തന്നെ സ്വരൂപമായിട്ട് നമ്മൾ ധരിക്കുന്ന ഈ മുദ്രമാല.
പരമാവധി ലോഹങ്ങൾ കൊണ്ടുള്ള ലോക്കറ്റുള്ള മുദ്രമാല ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതെങ്ങനെയാണ് ധരിക്കേണ്ടത്? യഥാർത്ഥത്തിൽ മുദ്രമാല ധരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തീർത്ഥാടകൻ വ്രതം ആരംഭിച്ചിട്ടുണ്ടാവണം. 3 ദിവസമോ 5 ദിവസമോ മുൻകൂട്ടി തന്നെ വ്രതം ആരംഭിക്കാം. അതിനുശേഷം ദേഹശുദ്ധി വരുത്തി ഗുരുസ്വാമിയുടെ അനുഗ്രഹം വാങ്ങി ക്ഷേത്രത്തിൽ നിന്ന് മുദ്രമാല ധരിക്കാവുന്നതാണ്. ഏത് ദിവസമാണ് മുദ്രമാല ധരിക്കാൻ ഏറ്റവും ഉത്തമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവിൽ പറയാറുള്ളത് ശാസ്താവിന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള ബുധനാഴ്ചയോ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഉത്രം നക്ഷത്രത്തിലോ മുദ്രമാല ധരിക്കാം. മുദ്രമാല ധരിക്കുന്നതിന് മുമ്പ് രക്ഷിതാക്കൾക്കും ഗുരുസ്വാമിക്കും ക്ഷേത്രത്തിലെ അർച്ചകനും പ്രത്യേകം ദക്ഷിണ കൊടുത്തു വേണം മുദ്രമാല ധരിക്കാൻ. ധരിക്കുന്നതിന് മുമ്പായിട്ട് ശാസ്താവിനെ അത്രയധികം മനസ്സിൽ പ്രതിഷ്ഠിക്കണം. യഥാർത്ഥത്തിൽ ആ മാല കിടക്കേണ്ടത് ശരീരത്തിന് മുകളിലല്ല, അത് മനസ്സിലാണ് ആ മാല ധരിക്കേണ്ടത്. ഇനി അങ്ങോട്ടുള്ള കാലം മുഴുവൻ ഭഗവാനെ ചെന്ന് കാണുന്നത് വരെ എൻ്റെ ഉള്ളിൽ സ്വാമി അല്ലാതെ മറ്റാരും തന്നെ ഉണ്ടാവില്ല എന്നുള്ള ഭഗവാന്റെ ഭക്തൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ അടയാളമാണ് മുദ്ര. അത് വെറും ഒരു മാലയായിട്ട് അതിനെ ഒരു അയ്യപ്പ ഭക്തനും കാണാറില്ല. കാരണം അത് ധരിക്കുന്നതിലൂടെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നമ്മളെല്ലാവരും തന്നെ ഒറ്റ മാലയിൽ കോർത്ത മുത്തുപോലെ എല്ലാവരും സ്വാമിമാരായി മാറുന്നു, അയ്യപ്പന്മാരായിട്ട് മാറുന്നു. അതുകൊണ്ട് ആ മുദ്രമാല ധരിച്ച ആളുകൾക്ക് സമൂഹം പോലും ഇന്ന് കൊടുക്കുന്ന ഒരു വില വളരെ അധികമാണ്. അത് ആ സ്വാമിക്കുള്ള ആദരവാണ്, ഭഗവാന് കൊടുക്കുന്ന ബഹുമാനമാണ് ആ മുദ്രമാല ധരിച്ച് നടക്കുന്ന ഓരോ ഭക്തനും കിട്ടുന്നത്. ഇനിയാണ് ഭഗവാനെ കാണാൻ പോകുന്ന ആ വ്രതാനുഷ്ഠാന രീതിയിലേക്ക് നമ്മൾ ഒന്നുകൂടെ എടുത്ത് കടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മുദ്രമാല ധരിക്കുന്നതിന് മുമ്പുള്ള വ്രതത്തേക്കാൾ തീവ്രത കൂടിയ വ്രതദിനങ്ങളാണ് നമ്മൾ ഇനി കാത്തിരിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക. ആ വ്രതദിനങ്ങളിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ നിയന്ത്രിക്കാൻ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്, അത് നിൻ്റെ ശരീരത്തിൽ മാത്രമല്ല നിൻ്റെ മനസ്സിലും ഞാനുണ്ട് എന്ന് ഭഗവാൻ നമ്മളോട് ഉറക്കെ പറയുന്നതിൻ്റെ അടയാളം കൂടിയായിട്ട് വേണം മുദ്രമാലയെ കാണാൻ. പല ഭക്തരെയും ഞാൻ കണ്ടിട്ടുണ്ട്, തീർത്ഥാടനം കഴിഞ്ഞതിന് ശേഷം വന്ന് ഈ മുദ്രമാല കഴുത്തിൽ നിന്ന് ഊരുന്ന സമയത്ത് കണ്ണു നിറഞ്ഞ് പൊട്ടിക്കരയുന്ന ഭക്തരെ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ആ മനസ്സിൽ നിന്ന് പോലും ഭഗവാനെ വേർപെടുത്താൻ അവർക്ക് സാധിക്കുന്നില്ല. ഇത്രയും നാൾ ഇത്ര നല്ലൊരു ജീവിതം നയിക്കാൻ എന്നെ സഹായിച്ചത് ഈ മുദ്രമാലയാണല്ലോ, ഇതിതാ എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്നു എന്നുള്ള വിഷമാണ്. അത് മാറാൻ എന്തേ നിവൃത്തിയുള്ളൂ? ആത്യന്തികമായിട്ട് മനസ്സിലാക്കുക, ആ ശരീരത്തിൽ നിന്ന് ആ മാല പോയാലും മനസ്സിലെപ്പോഴും ആ മാല, ആ മുദ്ര, ഭഗവാന്റെ ആ ചിത്രം ഉണ്ടാവാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആത്യന്തികമായിട്ട് ആ ശബരിമല ശ്രീകോവിലിൽ പോയി നാം കാണുന്ന കലിയുഗവരദനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലും നിറങ്ങി നിൽക്കുന്നത്. അത് പ്രത്യക്ഷത്തിൽ കാണിക്കാനായിട്ടാണ് മുദ്രമാല ധാരണം എന്നുള്ള ഒരു ചടങ്ങ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി നടക്കുന്നത്. ഇരുമുടിക്ക് എത്ര പ്രാധാന്യമുണ്ടോ, കെട്ടുനിറയ്ക്ക് എത്ര പ്രാധാന്യമുണ്ടോ, നെയ്ത്തേയ്ക്ക് എത്ര പ്രാധാന്യമുണ്ടോ, അത്രയും തന്നെ പ്രാധാന്യം മാലധാരണം അല്ലെങ്കിൽ മുദ്രമാലയ്ക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആദരവോടുകൂടി ആ മാല ധരിച്ചുകൊണ്ട് പരമാത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനെ കാണാൻ പോകുന്ന എല്ലാവരെയും നല്ല ദർശനം നൽകി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും പലതരത്തിലുള്ള പ്രായതടസ്സം കൊണ്ടോ മറ്റ് പ്രയാസങ്ങൾ കൊണ്ടോ ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ആരും തന്നെ വിഷമിക്കേണ്ടതായിട്ടില്ല. നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ആ മുദ്രമാല ഉണ്ടാവണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. മനസ്സിൽ ഭഗവാനെ സ്വീകരിക്കാൻ ഒരു തടസ്സവും നമ്മുടെ ധർമ്മം ആർക്കുമേലും വെച്ചിട്ടില്ല. അതുകൊണ്ട് ആ മുദ്രമാല മനസ്സിൽ ധരിച്ചുകൊണ്ട് ആ കലിയുഗ വരദനെ സാക്ഷാത്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു ഭഗവാന്റെ വിശേഷവുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ക്ഷേത്ര ദർശനം വെറും വിഗ്രഹ ദർശനമല്ല. ക്ഷേത്രത്തിലെത്തിയാൽ 7 സ്ഥാനങ്ങൾ ദർശിക്കണം എന്നാണ് പ്രമാണം. ക്ഷേത്രഗോപുരം, ക്ഷേത്ര കവാടം, ഗർഭഗൃഹം, ചുറ്റമ്പലം, ബലിപീഠം, പ്രതിഷ്ഠാമൂർത്തി, ഉത്സവമൂർത്തി എന്നീ 7 ഘടകങ്ങൾ ദർശിക്കുമ്പോഴാണ് ക്ഷേത്ര ദർശനം പൂർണ്ണമാകുന്നത്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം. കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താവിൻ്റെ സാന്നിധ്യം തേടി യാത്രയാവുന്ന ഭക്തന് പ്രകൃതി ഒരുക്കിയ ദൃശ്യവിരുന്ന് അനിർവചനീയമെന്ന് തന്നെ പറയാം. സഹ്യപർവ്വത സാനുക്കളിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളാണ് ഇവിടെയുള്ളത്. കുളത്തൂപ്പുഴ ശാസ്താ സന്നിധിയിലേക്കുള്ള യാത്രാമധ്യേ നമ്മെ വരവേൽക്കുന്ന ഈ പ്രദേശമാണ് തെന്മല.
കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിലാണ് കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രം. ായി ചരണ മന്ത്രതരംഗങ്ങൾ ഉയർന്നു. ഒളിഞ്ഞും തെളിഞ്ഞും ഒഴുകിക്കൊണ്ടിരിക്കുന്ന കല്ലടയാറിന്റെ തീരത്താണ് ശാസ്താക്ഷേത്രം ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നത്. മണ്ഡലവ്രതകാലത്ത് കുളത്തൂപ്പുഴ ഗ്രാമം ശരണവിളികളാൽ മുഖരിതമാകും. വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തന്മാർ ശബരിമല ദർശനത്തിനു മുൻപായി കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ എന്നീ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ദർശന സൗഭാഗ്യം സാക്ഷാത്കരിക്കുക പതിവാണ്. ഈ 3 ക്ഷേത്രങ്ങളിലും ഒരു ദിവസം ദർശനം നടത്താൻ സാധിക്കുക എന്നത് അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വിശിഷ്ടമായ ഒരു അനുഭവമാണ്. തരംഗങ്ങൾ ഉയർന്നു. കുളത്തൂപ്പുഴയിൽ ഉഷപൂജയും ആര്യങ്കാവിൽ ഉച്ചപൂജയും അച്ചൻകോവിലിൽ ദീപാരാധനയും ഒരേ ദിവസം കണ്ടു തൊഴുതാൽ കോടി പുണ്യം ഫലമെന്നാണ് വിശ്വാസം. കുളത്തൂപ്പുഴ ഗ്രാമത്തിൻ്റെ ഐശ്വര്യവും മാഹാത്മ്യവുമായി നിലകൊള്ളുകയാണ് കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രം. ഏതാണ്ട് തമിഴ് ശില്പശൈലിയിൽ നിലകൊള്ളുന്ന ആര്യങ്കാവ്, അച്ചൻകോവിൽ ശാസ്താക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് തികച്ചും കേരളീയ വാസ്തുശൈലിയിലാണ് കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രം കാണപ്പെടുന്നത്. പുരാതനവും ഏറെ മാഹാത്മ്യവുമുള്ള ഈ ക്ഷേത്ര സമുച്ചയം അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ നിരുപമമായ ഭക്തിയുടെ ലാളിത്യം പകർന്നു നൽകുന്നു. ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 5 ശാസ്താക്ഷേത്രങ്ങളിൽ ആദ്യത്തേതും ബാലസ്വരൂപത്തിൽ ദേവഭാവമുള്ളതുമായ ക്ഷേത്രമെന്ന നിലയിലാണ് കുളത്തൂപ്പുഴയുടെ പ്രാധാന്യം. ഒരു കാലത്ത് സർവ്വ ഐശ്വര്യങ്ങളുടെയും വിളനിലമായിരുന്നത്രേ കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രം. സമ്പൽ സമൃദ്ധിയും ദേവചൈതന്യവും കളിയാടി നിന്ന ഇവിടം കാലാന്തരത്തിൽ ചൈതന്യലോപം വന്ന് നാശത്തെ നേരിട്ട് ക്ഷയിച്ചു പോവുകയാണുണ്ടായതെന്ന് പഴമക്കാർ പറയുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന 108 ശാസ്താക്ഷേത്രങ്ങളിൽ പ്രമുഖമായിരുന്നു കുളത്തൂപ്പുഴ. പിന്നീട് ഇവിടത്തെ ചൈതന്യം കണ്ടെത്തിയത് കോക്കളത്ത് മഠത്തിലെ തന്ത്രിയാണെന്നാണ് ഐതിഹ്യം. ശബരിമല തന്നീലിമയിലൊരു സ്വർണ്ണ തിരുവനന്തപുരം ചെങ്കോട്ട യാത്രാമധ്യേയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തെന്മല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 10 കിലോമീറ്റർ സഞ്ചരിച്ചാലും കുളത്തൂപ്പുഴ ശാസ്താ സന്നിധിയിൽ എത്തിച്ചേരാം. കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രത്തെക്കുറിച്ച് ഇന്ന് വിശ്വസിച്ചു വരുന്ന ഐതിഹ്യം ഇങ്ങനെയാണ്. കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപത്തിലെ തമ്പുരാൻ പരിവാരങ്ങളോടൊത്ത് തീർത്ഥാടനത്തിന് പോകവേ കുളത്തൂപ്പുഴയിൽ എത്തിച്ചേർന്നു. ഏതായാലും ഇനി വിശ്രമിച്ചതിനു ശേഷം യാത്ര തുടരാൻ നിശ്ചയിച്ച തീർത്ഥാടന സംഘം ഇവിടെ കണ്ട മണൽത്തിട്ടയിൽ ഇറങ്ങി വിശ്രമിക്കാൻ ആരംഭിച്ചു. ഈ സമയം രാജാവിനെ അനുഗമിച്ചിരുന്ന വെട്ടിക്കവല കോട്ടത്തല കുറുപ്പന്മാർ കല്ലുകൾ കൂട്ടിവെച്ച് ഭക്ഷണം പാകം ചെയ്യാൻ തയ്യാറെടുത്തു. അപ്പോൾ കുറുപ്പന്മാർ കൂട്ടിവെച്ച കല്ലുകളിൽ ഒന്നിന് എങ്ങനെ വച്ചാലും പൊക്കം കൂടുതലായി കണ്ടു. കുറുപ്പന്മാർ ഈ കല്ല് ഇടിച്ചു പൊട്ടിച്ചു. ഇടിച്ചു പൊട്ടിച്ച കല്ലിൽ നിന്നും പെട്ടെന്ന് രക്തപ്രവാഹമുണ്ടായി. രക്തം ചീന്തിയ കല്ലിൽ ദേവചൈതന്യം കണ്ട തന്ത്രി പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഐതിഹ്യം. ഇതോടുകൂടി വെട്ടിക്കവല കുറുപ്പന്മാർ തലയിടിച്ച കുറുപ്പന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ തന്ത്രം കോക്കളത്ത് മഠത്തിനാണ്. കൊട്ടാരക്കരയ്ക്കടുത്ത് വെട്ടിക്കവലയിലാണ് കോക്കളത്ത് മഠം സ്ഥിതി ചെയ്യുന്നത്. മകരസംക്രമസന്ധ്യയിൽ ശ്രീമണികണ്ഠനു തിരുവാഭരണം. ക്ഷേത്രത്തിലെ നിവേദ്യത്തിനുള്ള അരി അളന്നെടുക്കുന്ന ചടങ്ങ് നിർവഹിക്കുന്നത് കുറുപ്പന്മാരാണ്. വളരെ കേമമായാണ് നടത്തപ്പെടുന്നത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഓരോ വർഷത്തേക്കും വേണ്ട അരി കുറുപ്പന്മാർ അളക്കുന്നു. സ്വാമി പൊഴിയും പൂർണ്ണചന്ദ്രിക. കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ പണ്ട് വീരമണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു മണിയുണ്ടായിരുന്നു. ഇത് മുഴക്കുമ്പോൾ ഓംകാരം പുറപ്പെടുവിക്കുമായിരുന്നു. നാക്കില്ലാമണി എന്ന പേരിൽ ഇത് അറിയപ്പെട്ടിരുന്നു. കാലാന്തരത്തിൽ
ഇത് നശിച്ചു പോവുകയായിരുന്നത്രേ. മേടമാസം 1-ാം തീയതി വിഷുക്കണിയാണ് കുളത്തൂപ്പുഴയിലെ പ്രധാന ഉത്സവം. ബാലശാസ്താവിനെ കണി കണ്ടു തൊഴുക എന്നത് ഏറെ വിശേഷമായാണ് വിഷുവിന് തലേ ദിവസം ആരംഭിക്കുന്ന ഉത്സവം 7 ദിവസം നീണ്ടു നിൽക്കും. നക്ഷത്ര കണ്ണു തുറന്നു ഗഗനം പൊന്നമ്പലമതിൽ ദേവകളും. കിഴക്ക് ദർശനമായാണ് ഇവിടെ ബാലശാസ്താവ് കുടികൊള്ളുന്നത്. ഭൂനിരപ്പിൽ നിന്നും താഴെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശാസ്താവിന്റെ സ്ഥാനം താഴ്ന്ന നിരപ്പിലാണെങ്കിൽ ഉഗ്രമൂർത്തിയും ഉയർന്ന പ്രദേശത്താണെങ്കിൽ സൗമ്യമൂർത്തി എന്നും സങ്കല്പമുണ്ട്. പന്തള നൃപനുടെ വാത്സല്യ പ്രഭ കൊണ്ടൊരു കനകാവരണം. കുളത്തൂപ്പുഴ ശാസ്താ സന്നിധി തേടി വരുന്ന ഭക്തർ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയും മീനൂട്ട് നടത്തിവരുന്നു. ഇവിടെയുള്ള മീനുകൾ ശാസ്താവിൻ്റെ കളിക്കൂട്ടുകാർ ആണെന്നാണ് സങ്കല്പം. ശാസ്താവിൻ്റെ തിരുമക്കളായാണ് ഇവിടുത്തെ മത്സ്യങ്ങൾ അറിയപ്പെടുന്നത്. ഇവിടെ നിന്നും അറിയാതെ മീൻ പിടിച്ച് ദുരിതങ്ങളിൽപ്പെട്ട ഒരാൾ പ്രായച്ചിത്തമായി ശാസ്താവിന് സമർപ്പിച്ച മീൻ രൂപം നമസ്കാര മണ്ഡപത്തിന് മുകളിൽ കാണാവുന്നതാണ്. ശബരിഗിരിയൊരു കരിമലയായി മുഴക്കിടുന്നു ശരണം. ബാലസ്വരൂപനായ ശാസ്താവിന് തന്റെ തിരുമക്കളായ മീനുകളെ ഉപദ്രവിക്കുന്നത് ഇഷ്ടമല്ലെന്നാണ് വിശ്വാസം. മംഗളദർശന സായുജ്യത്താൽ മിഴികളിൽ മോദാശുകണം. മംഗളദർശന സായുജ്യത്താൽ മിഴികളിൽ മോദാശുകണം. മിഴികളിൽ മോദാശുകണം. മകരസംക്രമ സന്ധ്യയിൽ ശ്രീമണികണ്ഠനു തിരുവാഭരണം. പന്തള നൃപനുടെ വാത്സല്യ. കുളത്തൂപ്പുഴ ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുസന്നിധിയിൽ വന്നു നിൽക്കുന്ന ഭക്തന് ബാലശാസ്താവ് കനിഞ്ഞരുളുന്ന നിഷ്കളങ്കമായ ഭക്തിയുടെ നിറവും പ്രത്യക്ഷത്തിൽ തന്നെ അനുഭവിക്കാൻ കഴിയും. ഒരു സത്യദീപത്തെ സാക്ഷി നിറുത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ്. ഗുരുധർമ്മപാദത്തെ താണോ വണങ്ങിയൻ നരജന്മ കെട്ട് മുറുക്ക്. തിരുപടിയേറാനൊരുക്ക്. ഒരു സത്യദീപത്തെ സാക്ഷി നിറുത്തിയൻ ഇരുമുടി. സാധാരണയിലും താഴ്ന്ന രീതിയിലാണ് ഇവിടുത്തെ ശ്രീകോവിലിന്റെയും നമസ്കാര മണ്ഡപത്തിന്റെയും മേൽപ്പുര നിർമ്മാണം. അതുകൊണ്ട് തന്നെ കുനിഞ്ഞ ശിരസോടെ മാത്രമേ ശാസ്താവിന്റെ സന്നിധിയിൽ നിന്നും ദർശനഭാഗ്യം സിദ്ധിക്കുകയുള്ളൂ. അഹങ്കാരവും ജ്ഞാനെന്ന ഭാവവും മാറ്റിവെച്ചതിനു ശേഷമേ ശാസ്താവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ യോഗ്യതയുള്ളൂ എന്നൊരു തത്വമാണ് ഈ മേൽപ്പുര നിർമ്മാണത്തിന് പിന്നിലുള്ളത്. ഇവിടുത്തെ ഉപദേവന്മാരിൽ ഏറ്റവും പ്രധാനമായത് യക്ഷിയമ്മയാണ്. ശ്രീകോവിലിന്റെ തെക്കുഭാഗത്താണ് യക്ഷിയമ്മയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നേരത്തെ ഉഗ്രസ്വരൂപിണിയായ ദേവി ശ്രീകോവിലിന് അകത്തായിരുന്നു. ഇതിനുശേഷം മൂർത്തിയുടെ ഉഗ്രസ്വരൂപം കുറച്ച് പുറത്ത് പ്രതിഷ്ഠിക്കുകയായിരുന്നു. യക്ഷിയമ്മയുടെ അനുഗ്രഹം ലഭിച്ച നിരവധി പേർ അമ്മയുടെ അനുഗ്രഹത്തെപ്പറ്റി നമ്രശിരസ്കരാകുന്നു. മനം കൊണ്ട് വിളിച്ചാൽ അമ്മ വെളിപ്പുറത്തെത്തുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. യക്ഷിയമ്മയെ കൂടാതെ നാഗക്കാവും ഇവിടെ പ്രധാനമാണ്. നാഗദൈവങ്ങളുടെ പ്രീതി ലഭിക്കാൻ ഇവിടെ മഞ്ഞൾ വഴിപാട് നടത്താൻ നിരവധി ഭക്തർ എത്തിച്ചേരുന്നു. ശ്രീഭൂതനാഥനേ ശരണം. ശ്രീനാഥഭൂതനേ ശരണം. വേദാന്ത വേദ്യനേ ഏകാന്തവാസനേ ആനന്ദ ചിത്തനേ ശരണം. ക്ഷേത്രത്തിന് തെക്കുവശത്ത് നാഗക്കാവിനോട് ചേർന്ന്
അറിവോടെ അറിയാതെ വന്ന പിഴകൾക്ക് അറിവില്ല. യക്ഷിയമ്മയുടെ പ്രതിഷ്ഠയ്ക്ക് സമീപം ഗണപതി ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞ് നിലകൊള്ളുന്നു. പിഴകൾക്ക് അറിവില്ല പൈതലേ മാപ്പാക്കണം. പടിയേറ്റി പാവന ദർശനമരുളിടാൻ പ്രായശ്ചിത്തം ചെയ്തൻ തീർത്ത ക്ഷേത്രത്തിനു മുന്നിൽ ബാലശാസ്താവിന് അഭിമുഖമായി ദേവീ പ്രതിഷ്ഠയുമുണ്ട്. പ്രായശ്ചിത്തം ചെയ്തൻ തീർത്ഥാടനം ഒരു പരം പൊരുളിലൻ മോക്ഷായനം. ഒരു സത്യദീപത്തെ സാക്ഷി നിറുത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ്. ഗുരുധർമ്മപാദത്തെ താണു വണങ്ങിയൻ നരജന്മക്കെട്ട് മുറുക്ക്. തിരുപടിയേറാനൊരുക്ക്. ശ്രീഭൂതനാഥനേ ശരണം, ശ്രീനാഥഭൂതനേ ശരണം. കുളത്തൂപ്പുഴയിലെ ബാലസ്വരൂപനായ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഉഷപൂജ തൊഴുത് ജീവിതത്തിൻ്റെ സകല ദുഃഖങ്ങളിൽ നിന്നും ഭക്തർ മോചനം നേടുകയാണ്. തൂണിലും തുരുമ്പിലും ഈശ്വരനെ ദർശിക്കാനായാൽ മാത്രമാണ് ആത്മജ്ഞാനം നേടിയെന്ന് പറയാനാവുക. അത്തരം മാനസികാവസ്ഥയിൽ വിശപ്പും ദാഹവും അടക്കമുള്ള സകല പീഡകളും നമ്മെ വിട്ടൊഴിയും. സാധാരണ ലൗകികന്മാർക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണിത്. എങ്കിലും അതിനായി ശ്രമിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.